ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പി കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കില്ല. കെ ജയന്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് സുധാകരൻ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. സുധാകരന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. KPCC അധ്യക്ഷ പദവും MP സ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ടുന്നയിച്ച് മത്സരിക്കാനില്ല എന്ന് കെ സുധാകരൻ ആദ്യം അറിയിച്ചിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നും സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും സുധാകരനോട് കണ്ണൂരിൽ മത്സരിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ മത്സരത്തിലേക്കില്ല എന്ന് കെ സുധാകരൻ വീണ്ടും അറിയിച്ചു. KPCC പ്രസിഡന്റ് ഞങ്ങളോട് നേരത്തെ പറഞ്ഞു ഞാൻ മത്സരിക്കാനില്ല എന്നുള്ളതാണ്. മത്സരിക്കാൻ താല്പര്യമില്ല, 2 പദവികൾ കൂടി ഒരുമിച്ച് വഹിക്കുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല, സമയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. തനിക്ക് പകരം KPCC ജനറൽ സെക്രട്ടറിയും AICC അംഗവുമായ കെ ജയന്തിനെ കണ്ണൂരിൽ മത്സരിപ്പിക്കണമെന്നാണ് സുധാകരന്റെ ആവശ്യം. മാർച്ച് 2-ാം തീയതിയാണ് പാർലമെന്ററി ബോർഡ് ആദ്യത്തെ യോഗം ചേരുന്നത്. അതിൽ കേരളത്തിൻ്റെ ലിസ്റ്റ് ആദ്യം തന്നെ പരിഗണിക്കും. കാരണം കേരളത്തിൽ അധികം തർക്കമില്ലല്ലോ. സുധാകരന് മത്സരിക്കുന്നില്ല എന്നാണ് തീരുമാനം ഇതുവരെ അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നീടാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഏതായാലും ഇപ്പോഴധികം തീരുമാനം എടുത്തിട്ടുള്ളത് മത്സരരംഗത്ത് മാറി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, UDFന് വേണ്ടി. കെ സുധാകരന്റെ ആവശ്യത്തിനെതിരെ കണ്ണൂർ DCC രംഗത്തെത്തി. സുധാകരൻ മത്സരിക്കാനില്ല എന്ന നിലപാട് അറിയിക്കുകയും സുധാകരൻ മുന്നോട്ട് വച്ച സ്ഥാനാർത്ഥിയിൽ ഭിന്നാഭിപ്രായം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ അന്തിമ തീരുമാനം AICCയുടേതാകും. പിൻഗാമിയെ കൂടി പ്രഖ്യാപിച്ചാണ് കെ സുധാകരന്റെ പിന്മാറ്റം. പക്ഷെ സുധാകരന്റെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ തീരുമാനം തന്നെ പിൻവലിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.